നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഡീറ്റെയിൽ ഡിസൈൻ ആൻഡ് മെട്രിക്സ് ഈ രണ്ട് ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യം ഡീറ്റെയിൽ ഡിസൈൻ. വൺസ് സിസ്റ്റം ഡിസൈൻ ഈസ് കംപ്ലീറ്റ് ദ ഇന്റേണൽ ലോജിക് ക്യാൻ ബി ഡിസൈൻഡ്. അപ്പോൾ സിസ്റ്റം ഡിസൈൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പം നമുക്ക് ഓവറോൾ എത്ര മൊഡ്യൂൾസ് ഉണ്ട്, അതായത് നമ്മൾ ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ഡിസൈൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ്, ഏതൊക്കെ ഫംഗ്ഷനെയാണ് ഇൻവോക്ക് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള നമ്മളൊരു സ്ട്രക്ചേർഡ് ചാർട്ട് എന്ന് പറയുന്ന ഒരു ഡയഗ്രത്തിൻ്റെ രൂപത്തിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ ആണെങ്കിൽ ഏതൊക്കെയാണ് ക്ലാസ്സസ്, ക്ലാസ്സിൻ്റെ ഉള്ളിലെ മെത്തേഡ്സ് ഏതൊക്കെയാണ്, ഈ ക്ലാസ് നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള UMLൻ്റെ ബേസിസിലും നമ്മൾ യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്ത് ക്ലാസ് ഡയഗ്രാംസ് വരച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി നമ്മൾ ഡീറ്റെയിൽ ഡിസൈനിലേക്ക് പോകുമ്പോൾ ഈ സിസ്റ്റം ഡിസൈൻ യൂസ് ചെയ്തുകൊണ്ട് ഇതിൽ ഓരോ മൊഡ്യൂളിൻ്റെയും ഇന്റേണൽ ലോജിക് എന്നാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. Internal logic is normally designed informally by programmers since it is not possible to formally design the logic which will be consistent with the code to be written. നമ്മൾ കോഡ് എഴുതുന്നതിന് മുൻപെയാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഇന്റേണൽ ലോജിക്കിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് നോർമലി ചെയ്യുക പ്രോഗ്രാമേഴ്സ് ആയിരിക്കും. അപ്പോൾ അവരാണ് അത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു പ്രോബ്ലം കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ പ്രോബ്ലത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോജിക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പ്രോഗ്രാമേഴ്സ് ആയിരിക്കും. അതിനൊരു ഫോർമൽ മെത്തേഡോ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ലോജിക് അൽഗോരിതം ഡിസൈനാണ്. ഇതൊരു സംവാട്ട് ഫോർമൽ ഇതാണ്. അപ്പോൾ ലോജിക് അൽഗോരിതം ഡിസൈനിൽ ചെയ്യുന്നത് ഇന്റേണൽ ലോജിക് ഓഫ് ഐഡന്റിഫൈഡ് മൊഡ്യൂൾസ് ഇൻവോൾവ് ദ ഡിസൈൻ ഓഫ് എൻ അൽഗോരിതം. അപ്പം ഇന്റേണൽ ലോജിക് എന്ന് പറയുന്നത് നമ്മൾ അൽഗോരിതത്തിൻ്റെ ബേസിസിലാണ്, അൽഗോരിതംസ് യൂസ് ചെയ്തിട്ടാണ് സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ അൽഗോരിതം എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രിസൈസ് ആയിട്ടുള്ള സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത്. ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ നമ്മൾ എടുക്കേണ്ട ആക്ടിവിറ്റീസ്, അതിനെയാണ് അൽഗോരിതം എന്ന് പറയുന്നത്. അൽഗോരിതത്തിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് ഈ അൽഗോരിതത്തിന് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവണം, ഇത് എവിടെയെങ്കിലും പോയി ടെർമിനേറ്റ് ചെയ്യണം. അപ്പം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമ്മൾ നമ്മുടെ ഇൻപുട്ട് കൊടുക്കുന്നു, ഇത് അൽഗോരിതം ടെർമിനേറ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ജനറേറ്റ് ആയിട്ടുണ്ടാവും. ഇതൊക്കെയാണ് അൽഗോരിതത്തിൻ്റെ കൺസെപ്റ്റ്. അപ്പം അൽഗോരിതം ഡിസൈനിൽ വരുന്ന 4 സ്റ്റേജസ് ആണ്. ഐഡന്റിഫൈയിങ് ദ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്, നമ്മുടെ പ്രോബ്ലത്തിനെ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് എഴുതുക, ക്ലിയർ ആയിട്ട് എഴുതുക. രണ്ടാമത് ഡെവലപ്പിംഗ് ദ മാത്തമാറ്റിക്കൽ മോഡൽ. ഇപ്പോൾ സോർട്ടിംഗ് ആണ് നമ്മുടെ പ്രോബ്ലം എന്ന് വെച്ചോ. അപ്പോൾ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ മാത്തമാറ്റിക്കൽ മോഡൽ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ മോഡലിന്റെ ബേസിസിലാണ് സ്റ്റേറ്റ്മെന്റ് എഴുതുക. ഇപ്പോൾ സോർട്ടിങ്ങിന് നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ സോർട്ട് ചെയ്ത് തരിക എന്നുള്ളതാണ് സോർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മാത്തമാറ്റിക്കൽ മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്പേഴ്സ് ആണ്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ഓർഡറിങ് ഓഫ് ദീസ് നമ്പേഴ്സ് ആണ്. ഓർഡറിങ്ങിനെയാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ എന്നൊക്കെ പറയും. റീ അറേഞ്ച്മെന്റ് ഓഫ് ദീസ് നമ്പേഴ്സ് ആണ്. കുറച്ച് നമ്പേഴ്സ് നമുക്ക് തന്നിരിക്കുന്നു, അതാണ് നമ്മുടെ ഇൻപുട്ട്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് റീ അറേഞ്ച്മെന്റ് ഓഫ് ദീസ് നമ്പേഴ്സ് ആണ്. അപ്പോൾ ഈ റീ അറേഞ്ച്മെന്റിന് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. പുറകിലുള്ള നമ്പർ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഒന്നാമത്തെ സ്ഥാനത്തുള്ള നമ്പർ എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്ഥാനത്തുള്ള നമ്പറിനേക്കാൾ ചെറുതായിരിക്കണം, രണ്ടാമത്തെ സ്ഥാനത്തുള്ളത് മൂന്നാമത്തെ സ്ഥാനത്തേക്കാൾ ചെറുതായിരിക്കണം. അങ്ങനെ ഒരു ഓർഡർ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ഡിസൈനിങ് ദ അൽഗോരിതം. അപ്പോൾ ആദ്യം നമ്മൾ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എഴുതുന്നു, അതിന്റെ മാത്തമാറ്റിക്കൽ മോഡൽ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം ഡിസൈനിങ് ദ അൽഗോരിതം ഡിസൈൻ ചെയ്യുകയാണ്. അപ്പോൾ അൽഗോരിതം ഡിസൈനിൽ വരുന്നതാണ് ഡാറ്റ സ്ട്രക്ചേഴ്സും പ്രോഗ്രാം സ്ട്രക്ചേഴ്സും ഡിഫൈൻ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനുവേണ്ടി ചെയ്യുന്നത് സ്റ്റെപ്പ് വൈസ് റിഫൈൻമെന്റ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറാണ്. നമ്മൾ ആദ്യം ഓവറോൾ ആയിട്ടുള്ള ഐഡിയ നമ്മൾ എഴുതും, എന്നിട്ട് അതിനെ റിഫൈൻ ചെയ്ത് ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഡയറക്ട്ലി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള, അതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് ഡയറക്ട്ലി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ള സ്റ്റേജ് എത്തുന്നതാണ് നമ്മൾ റീഫൈൻ ചെയ്ത് വരും. ലാസ്റ്റ് സ്റ്റേജാണ് വെരിഫിക്കേഷൻ ഓഫ് ദ അൽഗോരിതം ഫോർ കറക്റ്റ്നെസ്. നമ്മൾ ഡെവലപ്പ് ചെയ്ത അൽഗോരിതം കറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ആവുന്നുണ്ടോ എന്ന് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന സ്റ്റേജ്. ഇങ്ങനെ 4 സ്റ്റേജിലൂടെയാണ് അൽഗോരിതം ഡിസൈൻ പോകുന്നത്. അൽഗോരിതംസ് ആർ റിട്ടൺ യൂസിങ് സ്യൂഡോകോഡ്സ്. സ്യൂഡോകോഡ് എന്ന് പറഞ്ഞാൽ ലുക്സ് ലൈക്ക് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് ഹാവ് ഓൾ ദി കൺട്രോൾ സ്ട്രക്ചേഴ്സ് ബട്ട് ക്യാൻ ഈസിലി ബി റെഡ് ആസ് ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിരിക്കും, പക്ഷെ അത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും നമുക്ക് ഡയറക്റ്റ്ലി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. വായിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പോലെ തോന്നുകയും ചെയ്യും. കണ്ടു കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലിരിക്കും, നമുക്ക് ഇംഗ്ലീഷ് പോലെ വായിച്ചെടുക്കാനും പറ്റും. അങ്ങനത്തെ കോഡുകളെയാണ് സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. സ്യൂഡോ കോഡ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. സ്യൂഡോ കോഡ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പോലെ ഇരിക്കുന്നത്, ആക്ച്വൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, അതിനെ പോലെ ഇരിക്കുന്നത്. സ്യൂഡോ കോഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അൽഗോരിതം എഴുതുന്നത്. ഇനി ഇത് ഫങ്ഷണൽ മോഡലിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനിയിപ്പം നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഇതാണെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് മോഡലിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്.
ഇപ്പോൾ സ്റ്റേറ്റ് മോഡലിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡയഗ്രമാണ് FSA അല്ലെങ്കിൽ ഫൈനൈറ്റ് സ്റ്റേറ്റ് ഓട്ടോമേറ്റർ എന്ന് പറയും. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഓരോ ക്ലാസ്സിനും നമ്മൾ കുറേ സ്റ്റേറ്റുകളായിട്ട് ഡിഫൈൻ ചെയ്യണം. ഇനീഷ്യൽ സ്റ്റേറ്റ്, ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ്, ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ സ്റ്റേറ്റുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ സ്റ്റേറ്റിലും വരാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ചേഞ്ച് വരുന്നത്, ആ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി നടന്നു കഴിഞ്ഞാൽ അത് ആ സ്റ്റേറ്റിൽ തന്നെ നിലനിൽക്കുകയാണോ അതോ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലേക്ക് മാറുകയാണോ ചെയ്യുന്നത്, അതിൽ നിന്ന് ഒരു ആക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇതൊക്കെയാണ് നമ്മൾ ഫൈനൈറ്റ് സ്റ്റേറ്റ് ഓട്ടോമേറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റാക്കിൻ്റെ ഓപ്പറേഷനാണ്. ഇപ്പോൾ സ്റ്റാക്കിന് 3 ഡിഫറെൻറ്റ് സ്റ്റേറ്റസ് ആണ് ഇവർ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ എംപ്റ്റി സ്റ്റേറ്റ്, അതായത് സ്റ്റാക്കിൽ ഒന്നുമില്ലാത്ത സ്റ്റാക്ക്. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, ഡാറ്റാ സ്ട്രക്ചേഴ്സ് പഠിച്ചിട്ടുണ്ടാവും. സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു ഡാറ്റാ സ്ട്രക്ചേഴ്സ് ആണ്, ഒരു അറേ പോലെയുള്ള ഇതാണ്. അപ്പോൾ ഈ സ്റ്റാക്കിലേക്ക് നമുക്ക് വാല്യൂസ് ആഡ് ചെയ്യാം, സ്റ്റാക്കിൽ നിന്ന് വാല്യൂസ് എടുക്കാം. ഒരു ബക്കറ്റ് പോലെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇടുന്ന വാല്യൂസ് ഇതിലേക്ക് ഇങ്ങനെ നിറഞ്ഞു വരും, സ്റ്റാക്കിലേക്ക് നിറഞ്ഞു വരും. അപ്പോൾ നമ്മൾ ഇടുന്നതെല്ലാം ഇങ്ങനെ മുകളിലേക്കായിട്ട് അടുക്കി മുകളിലേക്കായിട്ട് വെക്കുന്നു. ഇപ്പോൾ ബുക്കൊക്കെ അടുക്കി വെക്കുന്ന പോലെ നമ്മൾ പുതിയ ബുക്ക് വരുമ്പോൾ ഒരു ബുക്കിൻ്റെ മുകളിലേക്ക് വെക്കുന്നു. അപ്പോൾ ബുക്ക് അടുക്കി വെച്ചിട്ട് നമ്മൾ ഈ അടുക്കിൽ നിന്നും നമ്മളൊരു ബുക്ക് എടുക്കുമ്പോൾ ഏറ്റവും മുകളിലുള്ള ബുക്കാണ് നമ്മൾ ആദ്യം എടുക്കാൻ പറ്റുക. അപ്പം അതിനുശേഷം അതിന് താഴെയുള്ള ബുക്ക്, ഏറ്റവും ആദ്യം ഇൻസേർട്ട് ചെയ്ത ബുക്ക് ഏറ്റവും അവസാനം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നൊക്കെ പറഞ്ഞു വിളിക്കുന്നില്ല. ഏറ്റവും അവസാനം ആഡ് ചെയ്ത സാധനമാണ് നമുക്ക് ഏറ്റവും ആദ്യം എടുക്കാൻ പറ്റുക. ഏറ്റവും ആദ്യം ആഡ് ചെയ്തത് ഏറ്റവും അടിയിലായിരിക്കും, അത് നമുക്ക് ഏറ്റവും അവസാനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് സ്റ്റാക്കിൻ്റെ കൺസെപ്റ്റ്. ഇപ്പോൾ സ്റ്റാക്കിന് 3 സ്റ്റേജസ് ഉണ്ട്. ഒന്നാമത്തത് എംപ്റ്റി ആയിട്ടുള്ള, സ്റ്റാക്കിൽ ഒന്നും ഇല്ലാത്തത്, നമ്മുടെ ബക്കറ്റിൽ ഒന്നും ഇല്ലാത്ത അവസ്ഥ. ഇനി ബക്കറ്റ് പകുതിയോളം അല്ലെങ്കിൽ മുഴുവനാവാതെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരവസ്ഥ. മൂന്നാമത്തെ ബക്കറ്റ് നിറഞ്ഞിരിക്കുന്ന അവസ്ഥ, സ്റ്റാക്ക് നിറഞ്ഞിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ഇതിൽ 3ലും സ്റ്റാക്കിൻ്റെ ബിഹേവിയർ 3 തരത്തിലാണ്. ഇപ്പോൾ സ്റ്റാക്കിന് 2 ഈവൻസ് ആണ് നടക്കാൻ പോകുന്നത്. ഒന്ന്, നമ്മൾ ഒരു സാധനം അതിലേക്ക് ആഡ് ചെയ്യാൻ നോക്കുന്നു. രണ്ടാമത്തത് അതിൽ നിന്ന് ഒരു സാധനം എടുക്കാൻ നോക്കുന്നു. ഇപ്പം നമ്മൾ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ പുഷിംഗ് എന്നും എടുക്കുന്ന പ്രോസസ്സിനെ പോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പുഷ് പോപ്പാണ് ഈ ഓരോ സ്റ്റേറ്റിലും സ്റ്റാക്കിന് വരാവുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ എംപ്റ്റി സ്റ്റേജ് ആണെങ്കിൽ നമ്മൾ പോപ്പ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിൽ തന്നെ നിൽക്കും, എംപ്റ്റി സ്റ്റേറ്റിൽ തന്നെ നിൽക്കുകയും ചെയ്യും, ഒരു എറർ മെസ്സേജ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. പുഷ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേറ്റിലേക്ക് ഇത് ട്രാൻസാക്ഷൻ നടക്കും. അതായത് ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ്, അതായത് സ്റ്റാക്കിൽ എന്തെങ്കിലും ഉണ്ട് കണ്ടന്റ് ഉള്ള സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിൽ നിന്ന് പുഷ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിൽ തന്നെ നിൽക്കും. പോപ്പ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് അവിടെ തന്നെ നിൽക്കാം, അതായത് 2-3 തരത്തിൽ ഇത് വർക്ക് ചെയ്യാം. അതായത് ഇവിടെ എംപ്റ്റി സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എറർ തന്നെയായിരിക്കും. പുഷ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകും. ഈ ഇന്റർമീഡിയറ്റ് സ്റ്റേജിൽ പുഷ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ നിൽക്കാം, അല്ലെങ്കിൽ പോപ്പ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ എംപ്റ്റി സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോകാം. അതായത് ലാസ്റ്റ് എലമെന്റ് നമ്മൾ എടുക്കുകയാണ്, അപ്പോൾ എംപ്റ്റി സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോകാം. അല്ലെങ്കിൽ ഇത് അങ്ങോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ, ഇത് പുഷും ഇത് പോപ്പുമാണ്, ഓർഡർ മാറിയിട്ടുണ്ട്. ഞാനത് കറക്റ്റ് ചെയ്തിടാം സ്ലൈഡ് ഇടുമ്പോൾ. അതുപോലെ ഇത് പോപ്പാണ്, പോപ്പ് ചെയ്യുമ്പോൾ അവിടെ തന്നെ നിൽക്കുകയും ചെയ്യാം. ഇത് പുഷ് ചെയ്യുമ്പോൾ ഒന്നുകിൽ നമുക്ക് അവിടെ തന്നെ നിൽക്കാം, അല്ലെങ്കിൽ പുഷ് ചെയ്യുമ്പോൾ സ്റ്റാക്ക് ഫുൾ എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോവാം. അപ്പോൾ ഫുൾ സ്റ്റാക്കിൽ നിന്നും നമ്മൾ വീണ്ടും പുഷ് ചെയ്യാൻ നോക്കുമ്പോൾ എറർ വരും. പോപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ അവിടെ തന്നെ നിൽക്കാം, അല്ല പോപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ തിരിച്ചിങ്ങോട്ട് വരാം. അപ്പോൾ ഇത് പോപ്പാണ്. പുഷ് ചെയ്യാൻ നോക്കുമ്പോൾ എറർ വരും. പോപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ഇന്റർമീഡിയറ്റ് സ്റ്റേജിലേക്ക് തിരിച്ചു വരും. അപ്പം ഇങ്ങനെ നമ്മൾ ഒരു ക്ലാസിൻ്റെ ബിഹേവിയർ, അതായത് ഒരു ക്ലാസ്സിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റിൻ്റെ ബിഹേവിയർ നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യും. ഓരോ സ്റ്റേറ്റിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് നമുക്കൊരു ഫൈനൈറ്റ് സ്റ്റേറ്റ് ഓട്ടോമേറ്റഡ് എന്ന് പറയുന്ന ഡയഗ്രാം വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് ഡീറ്റെയിൽ ഡിസൈനിൽ വരുന്നത്. അടുത്തത് കുറച്ച് മെട്രിക്സ് ആണ്. അതായത് നമ്മളൊരു ഡിസൈൻ ഡെവലപ്പ് ചെയ്തു, അതിൻ്റെ ഡീറ്റെയിൽ ഡിസൈനൊക്കെ വരച്ചു കഴിഞ്ഞു. ആ ഡിസൈനിൻ്റെ കോംപ്ലക്സിറ്റിയും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഡിസൈൻ എത്രത്തോളം നല്ലതാണ് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് അളവുകോലുകളാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അതിനാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. മെട്രിക്സ് ആർ വാല്യൂസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം എ ഡിസൈൻ ടു ഇവാലുവേറ്റ് ദ ഡിസൈൻ. ആ ഡിസൈനിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് വാല്യൂസിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു വാല്യൂ ആണ് സൈസ് എന്ന് പറയുന്നത്. സൈസ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മൊഡ്യൂൾസ്. അപ്പം നമ്പർ ഓഫ് മൊഡ്യൂൾസ് കൂടുന്നതിനനുസരിച്ച് കോംപ്ലക്സിറ്റി കൂടും. അപ്പം നമ്പർ ഓഫ് മൊഡ്യൂൾസ് കുറഞ്ഞിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഐഡിയ. പിന്നെ കോംപ്ലക്സിറ്റി മെട്രിക്സ് ഫോർ ഫംഗ്ഷൻ ഓറിയന്റഡ് ഡിസൈൻ. ഈ ഫംഗ്ഷൻ ഓറിയന്റഡ് ഡിസൈൻ ആണ്, ഫംഗ്ഷനിന്റെ ബേസിസിലാണ് നമ്മൾ ഡിവിഷൻ നടത്തിയിരിക്കുന്നതെങ്കിൽ അതിൽ ആദ്യം വരുന്നതാണ് ഗ്രാഫ് ഇംപ്യൂരിറ്റി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്. ഇപ്പം നെറ്റ്വർക്ക് മെട്രിക്സ്, ഹൗ ഗുഡ് ദ സ്ട്രക്ചർ ചാർട്ട് ഇസ്. അപ്പം നമ്മൾ പറഞ്ഞു
ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ഡിസൈനിൽ നമ്മൾ നമ്മുടെ ഡിസൈനെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്ട്രക്ചർ ചാർട്ട് വെച്ചിട്ടായിരുന്നു. അത് മൊഡ്യൂൾ തമ്മിലുള്ള കണക്ഷൻ എല്ലാം ഒരു ചാർട്ട് പോലെ വരച്ച് ആണ് നമ്മൾ ചെയ്തിരുന്നത്. ഇപ്പോൾ കോംപ്ലക്സിറ്റി ഇൻക്രീസസ് ഇഫ് എ മൊഡ്യൂൾ കോൾസ് സെവറൽ അതർ മൊഡ്യൂൾസ്. ഒരു മൊഡ്യൂളിൽ നിന്ന് വേറെ ഒരുപാട് മൊഡ്യൂളിലേക്ക് കോൾ പോകുന്നുണ്ടെങ്കിൽ കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്യും. അത് നമ്മൾ കപ്ലിംഗ് കൂടി എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഈ സ്ട്രക്ചർ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ മോർ ദാൻ വൺ ലൈൻ ഫ്രം എ ബോക്സ്, ഒരു ബോക്സ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മൊഡ്യൂളിനായിരുന്നു. അപ്പോൾ ഒരു മൊഡ്യൂളിൽ നിന്നും ഒരുപാട് ലൈൻസ് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ലെസ് ദ നമ്പർ ഓഫ് ലൈൻസ് ഫ്രം എ ബോക്സ് ലെസ് വിൽ ബി ദ കപ്ലിംഗ്. നമ്പർ ഓഫ് ലൈൻസ് കുറയുന്നതിനനുസരിച്ച്, ഒരു ബോക്സിൽ നിന്ന് പുറമേക്ക് പോകുന്ന ലൈൻസ് കുറയുന്നതിനനുസരിച്ച് കപ്ലിംഗ് കുറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ വന്നത് ട്രീ എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ട്രീ ഈസ് എ സ്ട്രക്ചർ വിത്ത് എക്സാക്ട്ലി വൺ സെറ്റ് ഓഫ് ലൈൻസ് ഗോയിങ് ഔട്ട് ഓഫ് എ ബോക്സ് ടു അനദർ ബോക്സ്. ഒരു ബോക്സിൽ നിന്നും അടുത്ത ബോക്സിലേക്കുള്ള ലൈൻസ് നമ്മൾ ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സാക്ട്ലി ഒരു ലൈനാണ്, ഒരു സെറ്റ് ഓഫ് ലൈൻസ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിനെ ഒരു ട്രീ എന്ന് പറയാം. ഞാൻ ഡയഗ്രാം കാണിച്ചു തരാം. ഗ്രാഫ് ഇംപ്യൂരിറ്റി പറയുന്നത് ഇറ്റ് ഇസ് എ മെഷർമെന്റ് ഷോയിങ് ഹൗ മച്ച് ദ സ്ട്രക്ചർഡ് ചാർട്ട് റിസംബിൾസ് എ ട്രീ. ഒരു ട്രീനോട് എത്രമാത്രം അടുത്തിട്ടുണ്ട് നമ്മുടെ സ്ട്രക്ചർഡ് ചാർട്ട് എന്ന് പറയുന്ന ഒരു മെഷർമെന്റ് ആണ് ഗ്രാഫ് ഇംപ്യൂരിറ്റി. ഗ്രാഫ് ഇംപ്യൂരിറ്റി മെഷർ ചെയ്യുന്ന ഇതാണ്, ഇങ്ങനെ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടാണ്. n - e - 1, വേറെ n ഈസ് ദ നമ്പർ ഓഫ് നോട്ട്സ്, e ഈസ് ദ നമ്പർ ഓഫ് എഡ്ജസ്. n എന്ന് പറയുന്നത് നമ്മുടെ ബോക്സസ് മൊഡ്യൂൾസ് ആണ്, e എന്ന് പറയുന്നത് മൊഡ്യൂൾസിൽ നിന്ന് പോകുന്ന ഇൻവോക്കേഷൻസ് ആണ്, കോൾസ് ആണ്. അപ്പോൾ n - e - 1 എന്നുള്ളതാണ് ഗ്രാഫ് ഇംപ്യൂരിറ്റിയുടെ ഡെഫിനേഷൻ. ഇതാണ് ട്രീയും ഗ്രാഫിനുള്ള വ്യത്യാസം. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഡിയിൽ നിന്ന് എഫിലേക്ക് പോകാൻ രണ്ട് സെറ്റ് ഓഫ് ലിങ്ക്സ് നമുക്ക് കിട്ടും. അത് ഡിയിൽ നമുക്ക് ഇങ്ങനെയും പോവാം, ഇങ്ങനെയും പോവാം എഫിലേക്ക്. പക്ഷെ നമ്മളൊരു ട്രീ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം എച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, എയിൽ നിന്ന് എച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എയിൽ നിന്ന് ഇങ്ങനെ ഒരു വഴി മാത്രമേ ഉള്ളൂ, വേറെ ഒറ്റ വഴിയില്ല. അതുപോലെ ഏത് രണ്ട് നോഡുകൾ എടുത്തു കഴിഞ്ഞാൽ എയിൽ നിന്ന് സിയിലേക്ക് പോകാൻ ഒറ്റ വഴിയുള്ളൂ, എയിൽ നിന്ന് എഫിലേക്ക് പോകാൻ ഒറ്റ വഴിയുള്ളൂ, എയിൽ നിന്ന് ഡിയിലേക്ക് ഒറ്റ വഴിയുള്ളൂ, എയിൽ നിന്ന് ഇയിലേക്ക് ഒറ്റ വഴിയുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എയിൽ നിന്ന് എഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയും പോവാം, പിന്നെ എയിൽ നിന്ന് ബി സി ഡി എച്ച് ജി ഇങ്ങനെയും പോവാം. രണ്ട് വഴികളുണ്ട് എഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഒന്നിൽ കൂടുതൽ വഴികളുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഗ്രാഫ് എന്ന് വിളിക്കും, ഒറ്റ വഴി ഉണ്ടെങ്കിൽ ട്രീ എന്ന് വിളിക്കും. അപ്പം നമുക്ക് എപ്പോഴും വേണ്ടത് ട്രീ ആണ്, കാരണം ഇവിടെ കൺഫ്യൂഷൻസും ഇല്ല, കോംപ്ലക്സിറ്റിയും ഇല്ല. നമ്മൾ ഒരു മൊഡ്യൂളിൽ നിന്ന് വേറൊരു മൊഡ്യൂൾ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ. അപ്പം നമുക്ക് അനലൈസ് ചെയ്യാൻ എളുപ്പമാണ്, ഓൾട്ടർനേറ്റീവ്സ് ഇല്ല. ഇവിടെ എഫ് എന്ന് പറയുന്ന മൊഡ്യൂളിനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എയിൽ നിന്ന് ഈ ഒരു സീക്വൻസ് ഓഫ് കോൾസ് വഴി പോവാം, അല്ലെങ്കിൽ ഈ ഒരു സീക്വൻസ് ഓഫ് കോൾസ് വഴിയും പോവാം. അപ്പോൾ ഇവിടെ കോംപ്ലക്സിറ്റി കൂടും ഗ്രാഫ് ആകുമ്പോൾ. അപ്പോൾ ഒരു ട്രീനോട് എത്രമാത്രം അടുത്തിരിക്കുന്നു അത്രയും കോംപ്ലക്സിറ്റി കുറവായിരിക്കും, അത്രയും നല്ല ഡിസൈൻ ആയിരിക്കും നമ്മുടെ ഡിസൈൻ. അപ്പോൾ കോംപ്ലക്സിറ്റി മെഷേഴ്സ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഡിസൈൻ കണ്ടിന്യൂ. ഇൻ എ ട്രീ edges equal to nodes - 1, hence graph impurity will be 0 for a tree. n - 1 - 1 equal to 0. അപ്പോൾ ഗ്രാഫ് ഇംപ്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു ട്രീക്ക് 0 ആയിരിക്കും. അപ്പോൾ 0 നമ്മുടെ സ്ട്രക്ചർഡ് ചാർട്ടിന്റെ ഗ്രാഫ് ഇംപ്യൂരിറ്റി നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ആ ഗ്രാഫ് ഇംപ്യൂരിറ്റി 0 ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു സ്ട്രക്ചർഡ് ചാർട്ടാണ്, നമ്മുടെ ഡിസൈൻ വളരെ നല്ലൊരു ഡിസൈനാണ്. അപ്പോൾ കപ്ലിംഗ് ഇൻക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ഗ്രാഫ് ഇംപ്യൂരിറ്റി. ഗ്രാഫ് ഇംപ്യൂരിറ്റി മെഷേഴ്സ് ദ ഓവറോൾ കപ്ലിംഗ് ഓഫ് എ സിസ്റ്റം. അപ്പോൾ ഒരു സിസ്റ്റത്തിന്റെ ഓവറോൾ കപ്ലിംഗ് ആണ് നമുക്ക് ഗ്രാഫ് ഇംപ്യൂരിറ്റി വഴി കിട്ടുക. ഇനി അടുത്ത് നമ്മൾ ഓരോ മൊഡ്യൂളിന്റെയും കോംപ്ലക്സിറ്റിയാണ് മെഷർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇൻഫർമേഷൻ ഫ്ലോ മെട്രിക്സ് ഗീവ്സ് ആൻ ഐഡിയ അബൌട്ട് ദ കോംപ്ലക്സിറ്റി ഓഫ് ഇൻഡിവിജ്വൽ മൊഡ്യൂൾസ്. അപ്പോൾ ഗ്രാഫ് ഇംപ്യൂരിറ്റി യൂസ് ചെയ്യുന്നത് ഓവറോൾ സിസ്റ്റത്തിന്റെ കപ്ലിംഗ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻഫർമേഷൻ ഫ്ലോ മെട്രിക്സ് യൂസ് ചെയ്യുന്നത് ഓരോ മൊഡ്യൂളിന്റെയും കോംപ്ലക്സിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കോംപ്ലക്സിറ്റി ഓഫ് എ മൊഡ്യൂൾ ഈസ് ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് ഇന്റർ മൊഡ്യൂൾ കോംപ്ലക്സിറ്റി ആൻഡ് ഇൻട്രാ മൊഡ്യൂൾ കോംപ്ലക്സിറ്റി. ഈ രണ്ട് മെഷർമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്റർ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ മൊഡ്യൂളുകൾ തമ്മിലുള്ളത്, ഇൻട്രാ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ മൊഡ്യൂളിന്റെ ഉള്ളിലുള്ളത്. ഇപ്പോൾ ഇന്റർ മൊഡ്യൂൾ കോംപ്ലക്സിറ്റി ഈസ് ദി ടോട്ടൽ ഇൻഫർമേഷൻ ഫ്ലോയിങ് ഇൻ ടു ദ മൊഡ്യൂൾ ആൻഡ് ടോട്ടൽ ഇൻഫർമേഷൻ ഫ്ലോയിങ് ഔട്ട് ഓഫ് ദ മൊഡ്യൂൾ. ടോട്ടൽ ഇൻഫർമേഷൻ ഫ്ലോയിങ് ഇൻ ടു ദ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു മൊഡ്യൂളിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്ന ആർഗ്യുമെന്റ്സിന്റെ എണ്ണം, ഇത് നമ്മൾ ഇൻഫ്ലോ എന്ന് പറയും. ടോട്ടൽ ഇൻഫർമേഷൻ ഫ്ലോയിങ് ഔട്ട് ഓഫ് ദ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു മൊഡ്യൂളിൽ നിന്നും റിട്ടേൺ ചെയ്യുന്ന ആർഗ്യുമെന്റ്സിന്റെ എണ്ണം, അല്ലെങ്കിൽ ഒരു മൊഡ്യൂളിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ആർഗ്യുമെന്റ്സിന്റെ എണ്ണം. ഇൻട്രാ മൊഡ്യൂൾ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് കോഡ് ഇൻസൈഡ് എ മൊഡ്യൂൾ. ഒരു മൊഡ്യൂളിന്റെ ഉള്ളിലുള്ള ലൈൻസ് ഓഫ് കോഡിനെയാണ് നമ്മൾ ഇൻട്രാ മൊഡ്യൂൾ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ അതുപോലെ ലൈൻസ് ഓഫ് കോഡ് കിട്ടിക്കഴിഞ്ഞാൽ ദ മൊഡ്യൂൾ ഡിസൈൻ കോംപ്ലക്സിറ്റി DC ഈസ് ഡിഫൈൻഡ് ആസ് DC ഈക്വൽ ടു സൈസ് ഇൻറ്റു ഇൻഫ്ലോ ഇൻറ്റു ഔട്ട്ഫ്ലോ ഓൾ സ്ക്വയർ. അപ്പോൾ ഇത് ഇൻഫ്ലോ ഇൻറ്റു ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് വരുന്ന ആർഗ്യുമെന്റ്സ് ഇൻറ്റു പുറത്തേക്ക് പോകുന്ന ആർഗ്യുമെന്റ്സ്. അപ്പോൾ ടോട്ടൽ ആർഗ്യുമെന്റ്സിന്റെ ഒരു ഇത് കിട്ടും. ഇനി അത് നമ്മൾ സ്ക്വയർ ചെയ്യാൻ കാരണം അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. സൈസ് ഓഫ് എ മൊഡ്യൂളിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, കൂടുതൽ ഇമ്പോർട്ടൻസും ഈ ഇൻഫ്ലോയ്ക്കും ഔട്ട്ഫ്ലോയ്ക്കും ആണ്. അതുകൊണ്ട് നമ്മൾ അത് സ്ക്വയർ ചെയ്യുന്നു. ഇനി അടുത്ത വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഈ സൈസ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതല്ല. അപ്പം നമ്മൾ ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ രണ്ട് മൊഡ്യൂൾ തമ്മിലുള്ള
കണക്ഷൻസിനെയും കൂടി ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ പോവാണ്. അപ്പം ഫാൻ ഇൻ ഫാൻ ഔട്ട് എന്ന് പറഞ്ഞ രണ്ട് ഇതും കൂടെ നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. ഫാൻ ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊഡ്യൂളിലേക്ക് വരുന്ന കോളുകളുടെ എണ്ണം, ഒരു മൊഡ്യൂളുകളിലേക്ക് വരുന്ന കോളുകളുടെ എണ്ണം. അത് ഇപ്പം ഈ മൊഡ്യൂളിൻ്റെ ഫാൻ ഇൻ എന്ന് പറഞ്ഞാൽ 1, 2, 3 ഇതാണ് ഫാൻ ഇൻ. ഇനി ഈ മൊഡ്യൂളിൻ്റെ ഫാൻ ഔട്ട് എന്ന് പറഞ്ഞാൽ 1, 2, 3 ഇത് തന്നെയാണ്. അപ്പോൾ ഇത് ഫാൻ ഇൻ ഫാൻ ഔട്ട്. അപ്പോൾ ഇത് ഡയറക്റ്റഡ് ആരോയാണ്. ഇപ്പം നമ്മളിപ്പോൾ ആരോ മാർക്കും കൂടെ ഉണ്ടെങ്കിൽ ഈ മൊഡ്യൂളിലേക്ക് വരുന്ന ആരോകളുടെ എണ്ണമാണ് ഇതിൻ്റെ ഫാൻ എന്ന് പറയുന്നത്. ഇത് അൺഡയറക്റ്റഡ് ആണ്, അതുകൊണ്ടാണ് ഫാൻ ഇന്നും ഫാൻ ഔട്ട് ഈക്വൽ ആയിരിക്കും. ഫാൻ എന്ന് പറഞ്ഞാൽ ഈ മൊഡ്യൂളിലേക്ക് വരുന്ന ആരോകളുടെ എണ്ണം, ഫാൻ ഔട്ട് എന്ന് പറഞ്ഞാൽ ഈ മൊഡ്യൂളിൽ നിന്നും പുറമേക്ക് പോകുന്ന ആരോകളുടെ എണ്ണം. അപ്പം വീണ്ടും നമ്മൾ DC-നെ റീഡിഫൈൻ ചെയ്താൽ ഫാൻ ഇൻറ്റു ഫാൻ ഔട്ട് പ്ലസ് ഇൻഫ്ലോ ഇൻറ്റു ഔട്ട്ഫ്ലോ എന്നുള്ള പുതിയൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ഫാൻ ഇൻ ഫാൻ ഔട്ട്, ഇൻഫ്ലോ ഔട്ട്ഫ്ലോ, അതായത് എത്ര മൊഡ്യൂളുകളുമായിട്ട് ഇത് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ് എന്ന് ഇത് വഴി കിട്ടും. അതുപോലെ തന്നെ ഓരോ മൊഡ്യൂളുകളുമായിട്ടുള്ള കണക്ഷൻ്റെ ഇൻറ്റൻസിറ്റി, കണക്ഷൻ്റെ സൈസ്. ഇപ്പം ഇത് ഒരു മൊഡ്യൂളുമായിട്ട് മാത്രമേ കണക്ഷൻ ഉള്ളൂ, പക്ഷെ ആ ഒരു മൊഡ്യൂളുമായിട്ട് തന്നെ ഒരു 5-6 ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇൻഫ്ലോ ഔട്ട്ഫ്ലോ വഴി കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൻ്റെ രണ്ടിനെ പ്രോഡക്റ്റ് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോംപ്ലക്സിറ്റി കിട്ടും. ആഫ്റ്റർ ഫൈൻഡിങ് ദ ഡിസൈൻ കോംപ്ലക്സിറ്റി ഓഫ് ഓൾ മൊഡ്യൂൾസ് യു വിൽ ഫൈൻഡ് ആവറേജ് കോംപ്ലക്സിറ്റി. ആവറേജ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ മൊഡ്യൂളിൻ്റെയും കോംപ്ലക്സിറ്റിൻ്റെ ആവറേജ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ ആവറേജിൽ നിന്നും ഓരോ മൊഡ്യൂളിൻ്റെ കോംപ്ലക്സിറ്റി എത്രമാത്രം മാറിയിരിക്കുന്നു ഒരു ഇക്വേഷൻ ഉണ്ട്. Then each module can be categorized as error prone, complex or normal. ഈ 3 കാറ്റഗറിയിലേക്ക് നമുക്ക് ഓരോ മൊഡ്യൂളിനെ മാറ്റാൻ പറ്റും. ഇപ്പോൾ ഒരു മൊഡ്യൂളിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ആവറേജ് പ്ലസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനേക്കാൾ കൂടുതലാണെങ്കിൽ അത് എറർ പ്രോൺ ആണ്. ഇനി ആവറേജിൻ്റെയും ആവറേജ് പ്ലസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇടയ്ക്കാണെങ്കിൽ കോംപ്ലക്സ് ആണ്. അതല്ല, ഇത് രണ്ടും അല്ലാത്ത കേസാണെങ്കിൽ, അതായത് ആവറേജിനേക്കാളും കുറവാണെങ്കിൽ നോർമലാണ്. ഇങ്ങനെ 3 കാറ്റഗറിയിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കോംപ്ലക്സിറ്റി മെട്രിക്സ് ഫോർ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡിസൈൻ. ഒന്നുകൂടി സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോംപ്ലക്സിറ്റി ഓഫ് മൊഡ്യൂൾസ്, ഇൻട്രാ മൊഡ്യൂൾ കോംപ്ലക്സിറ്റി, അതായത് ഫ്ലോ ഓറിയന്റഡ് കോംപ്ലക്സിറ്റി, പിന്നെ ഗ്രാഫ് ഇമ്പ്യൂരിറ്റി, ഇത് രണ്ടുമാണ് നമ്മൾ ഫംഗ്ഷൻ ഓറിയന്റഡ് ഡിസൈനിലെ കോംപ്ലക്സിറ്റി മെട്രിക്സ് ആയിട്ട് എടുക്കുന്നത്. അതുപോലെ കോംപ്ലക്സിറ്റി മെട്രിക്സ് ഫോർ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇൻ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡിസൈനിന്റെ മെയിൻ കോമ്പണൻസ് ഇൻ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡിസൈൻ ആർ ക്ലാസസ് ആൻഡ് ക്ലാസ് ഡയഗ്രാംസ്. അപ്പോൾ ഈ ക്ലാസസും ക്ലാസ് ഡയഗ്രാംസും വെച്ചിട്ടാണ് നമ്മൾ കോംപ്ലക്സിറ്റി മെട്രിക്സ് കണ്ടുപിടിക്കാൻ പോകുന്നത്. The design of a class can be measured using the number of methods in it and the complexity of each method. ഒരു ക്ലാസ്സിനുള്ള എത്ര മെത്തേഡ് ഉണ്ട്, ആ ഓരോ മെത്തേഡിൻ്റെയും കോംപ്ലക്സിറ്റി എന്താണ്, ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ മെഷറാണ്, ഇങ്ങനെ 4 മെഷേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആദ്യത്തത് വെയ്റ്റഡ് മെത്തേഡ് പെർ ക്ലാസ്. വെയ്റ്റഡ് മെത്തേഡ് പെർ ക്ലാസ്സിൽ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് മെത്തേഡ്സിൻ്റെ ക്ലാസ് കണ്ടുപിടിക്കുന്നു, അത് നമ്മൾ n എന്ന് പറയുന്നു. ആൻഡ് CI ഈസ് ദ കോംപ്ലക്സിറ്റി മെഷർ ഓഫ് മെത്തേഡ് MI. ഓരോ മെത്തേഡിൻ്റെയും കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കുന്നു. അപ്പോൾ ith മെത്തേഡിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് CI ആണ്. അപ്പോൾ ഈ മെത്തേഡിൻ്റെ കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ, ഫാൻ ഇൻ ഫാൻ ഔട്ട് പോലുള്ള ഇക്വേഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് യൂസ് ചെയ്ത് നമ്മൾ കോംപ്ലക്സിറ്റി കണ്ടുപിടിച്ചിട്ട് ഈ കോംപ്ലക്സിറ്റി എല്ലാം കൂടെ സം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് വെയ്റ്റഡ് മെത്തേഡ് പെർ ക്ലാസ് എന്ന് പറയുന്നത്. അതാണ് ഈ ഇക്വേഷൻ കൊടുത്തിരിക്കുന്നത്. സം ഓഫ് ഓൾ CIs, ഓരോ മെത്തേഡിൻ്റെയും കോംപ്ലക്സിറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് വെയ്റ്റഡ് മെത്തേഡ് പെർ ക്ലാസ്. രണ്ടാമത്തെ മെഷർമെന്റ് എന്ന് പറയുന്നത്, അപ്പോൾ ഈ വെയ്റ്റഡ് മെത്തേഡ് പെർ ക്ലാസ് കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും, കോംപ്ലക്സിറ്റി കൂടും. ടോട്ടൽ ഓവറോൾ സിസ്റ്റത്തിന്റെ കോംപ്ലക്സിറ്റി കൂടും. ഡെപ്ത് ഓഫ് ഇൻഹെറിറ്റൻസ് C എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആൻസസ്റ്റേഴ്സ് ഫോർ ക്ലാസ് C ഇൻ ഇൻഹെറിറ്റൻസ് ട്രീ. അപ്പോൾ നമ്മൾ ഇൻഹെറിറ്റൻസ് ഉണ്ട് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ വരുമ്പോൾ. ഇൻഹെറിറ്റൻസിന് നമ്മളൊരു ഗ്രാഫായിട്ട് വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിന് നമ്മൾ റൂട്ട് നോഡ് എന്ന് പറയും. നമ്മുടെ ക്ലാസ് കിടക്കുന്ന നോഡിനെ ക്ലാസിൻ്റെ നോഡ് എന്ന് പറയും. ഈ റൂട്ട് നോഡിൽ നിന്നും ക്ലാസ് നോഡിലേക്ക് എത്ര ഹൈറാർക്കി, എത്ര ഇൻഹെറിറ്റൻസ് കഴിഞ്ഞിട്ടാണ് വരുന്നത് എന്നുള്ളതിനെയാണ് നമ്മൾ ഡെപ്ത് ഓഫ് ഇൻഹെറിറ്റൻസ് ട്രീ എന്ന് പറയുന്നത്. ആ ഇൻഹെറിറ്റൻസ് ട്രീയിലെ ഒരു ക്ലാസിൻ്റെ ഡെപ്ത്, അതായത് റൂട്ട് നോഡിൽ നിന്നും ഏറ്റവും ടോപ്പ് ലെവൽ പാരന്റിൽ നിന്നും നമ്മുടെ നോഡിലേക്ക്, നമ്മുടെ ക്ലാസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്ര ഇൻഹെറിറ്റൻസ് കഴിഞ്ഞു. അപ്പം ആനിമൽ ടു ഡൊമസ്റ്റിക് ആനിമൽ ടു ക്യാറ്റ്. അപ്പോൾ ക്യാറ്റിൻ്റെ ഇൻഹെറിറ്റൻസ് ഡെപ്ത് എന്ന് പറയുന്നത് 2 ആണ്. 2 ഇൻഹെറിറ്റൻസ് കഴിഞ്ഞിട്ടാണ് ക്യാറ്റിൽ നമ്മൾ എത്തിയത്. അതുപോലെ ഓരോ ക്ലാസിൻ്റെയും ഇൻഹെറിറ്റൻസ് ഡെപ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇൻഹെറിറ്റൻസ് ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് കോംപ്ലക്സിറ്റി കൂടും.
ഏറ്റവും ടോപ്പ് ലെവലിൽ, കാരണം അത്രമാത്രം മെത്തേഡ്സ് ഇൻഹെറിറ്റ് ചെയ്ത് വരും. അപ്പോൾ ഇതിനെ അനലൈസ് ചെയ്യാൻ പാടാവും. ഇതിൽ ഏത് മെത്തേഡ് ഏത് ക്ലാസ്, ഏത് പാരന്റ് ക്ലാസ്സിൽ നിന്ന് നമുക്ക് കിട്ടിയതാണോ, അത് നമ്മുടെ ക്ലാസ്സിനുള്ളിൽ ഡിഫൈൻ ചെയ്തതാണോ എന്നൊക്കെ അനലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ട് കൂടും. അപ്പോൾ ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് കോംപ്ലക്സിറ്റി കൂടും. രണ്ടാമത് കപ്ലിംഗ് ബിറ്റ്വീൻ ക്ലാസ്സസ്. Two classes are coupled if methods in one class uses variables defined in another class. ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇൻസ്റ്റൻസ് വേരിയബിൾസിനെ വേറൊരു ക്ലാസ്സിലുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇത് രണ്ട് കപ്പിൾഡ് ആണെന്ന് പറയും. ഈ രണ്ട് ക്ലാസ്സും തമ്മിൽ കപ്പിളിംഗ് ഉണ്ടെന്ന് പറയും. അതായത് ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിലുള്ള ഇൻഫർമേഷൻ വേറൊരു ക്ലാസ്സിലുള്ള മെത്തേഡ് യൂസ് ചെയ്യും. അപ്പോൾ ഇത് രണ്ട് തമ്മിൽ കപ്പിൾഡ് ആണെന്ന് പറയും. അപ്പം CBC, കപ്ലിംഗ് ബിറ്റ്വീൻ ക്ലാസ്സസ്, ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ക്ലാസ്സസ് ടു വിച്ച് എ ക്ലാസ് ഈസ് കപ്പിൾഡ്. CBC എന്ന് പറയുന്നത് ഒരു ക്ലാസ് വേറെ എത്ര ക്ലാസ്സുകളുമായിട്ട് കപ്പിൾഡ് ആണ്, ആ ഒരു മെഷർമെന്റ് ആണ് കപ്ലിംഗ് ബിറ്റ്വീൻ ക്ലാസ്സസ്, പേര് സൂചിപ്പിക്കുന്നത് തന്നെ. ഇനി അടുത്തത് റെസ്പോൺസ് ഫോർ എ ക്ലാസ് എന്ന് പറയുന്നത്, CBC എന്ന് പറയുന്നത് എത്ര ക്ലാസ്സുകളുമായിട്ടാണ് കപ്ലിംഗ് ഉള്ളതെന്നാണ് പറയുന്നത്. ഓരോ കപ്ലിംഗിന്റെയും ഇന്റൻസിറ്റി പറയുന്നില്ല, ഓരോ കപ്ലിംഗും എത്ര സ്ട്രോങ് ആണെന്ന് പറയുന്നില്ല. ഇപ്പം രണ്ട് ക്ലാസ്സുകൾ തമ്മിൽ റിലേറ്റഡ് ആണ്, അപ്പോൾ ഈ രണ്ട് ക്ലാസ്സിന്റെയും കപ്ലിംഗ് ഒന്നാണ്, പക്ഷേ അങ്ങോട്ടുള്ള കണക്ഷന്റെ ഇന്റൻസിറ്റി എത്രയാണ്, ഇങ്ങോട്ടുള്ള കണക്ഷന്റെ ഇന്റൻസിറ്റി എത്രയാണ് നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റെസ്പോൺസ് ഫോർ ക്ലാസ്, അല്ലെങ്കിൽ RFC എന്ന് പറയുന്നത്. RFC gives the number of methods in a class that are activated directly or indirectly using an object of this class. അതായത് നമ്മൾ ഒരു ക്ലാസ്സിൽ നിന്നും വേറൊരു ക്ലാസ്സിലേക്ക് നമ്മളൊരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് കഴിയുമ്പോൾ, അതൊരു ആർഗ്യുമെന്റ് പാസ് ചെയ്യുമ്പോൾ ആ ക്ലാസ്സിൽ എത്ര മെത്തേഡ്സ് ആക്ടിവേറ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ ഒരു മെത്തേഡ് കോൾ ചെയ്യുമ്പോൾ ആ മെത്തേഡിന് ആ ക്ലാസ്സിനുള്ള വേറെ പല മെത്തേഡുകളെയും കോൾ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ എത്രയോ മെത്തേഡ്സ്, ഒരു സിംഗിൾ മെത്തേഡ് കോളിൽ നിന്ന് തന്നെ ഒരുപാട് മെത്തേഡുകളെ കോൾ ചെയ്യാം. അപ്പം ഇങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് മെസ്സേജ്, എല്ലാ പോസിബിൾ കോളും എടുക്കുക, ഓരോ പോസിബിൾ കോളിലും എത്രത്തോളം മെത്തേഡ്സ് ആക്ടിവേറ്റ് ആവുന്നുണ്ടെന്ന് നോക്കുക, എന്നിട്ട് ഇതിന്റെ ടോട്ടൽ കൗണ്ട് എടുക്കുക. അപ്പോൾ അതിനെയാണ് നമ്മൾ റെസ്പോൺസ് ഫോർ എ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള കോളുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ ഈ മെത്തേഡ് ആക്ടിവേഷൻ തമ്മിൽ കൂടുതലാണെങ്കിൽ വളരെ കോംപ്ലക്സ് ആണ്, ഇതിന്റെ കപ്ലിംഗ് വളരെ കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയും മെട്രിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ഡിസൈനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇതോടെ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലെ ടോപ്പിക്സ് തീരുകയാണ്. ഞാനിപ്പോൾ ഇതെല്ലാം വളരെ റഫായിട്ട് ഓടിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാലേ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുള്ളൂ. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് പങ്കജ് ജലോട്ട, നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. കൺസൈസ് ഇൻട്രൊഡക്ഷൻ ടു, അതിൻ്റെ PDF അവൈലബിൾ ആണ്. കൺസൈസ് ഇൻട്രൊഡക്ഷൻ ടു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ബുക്ക് ഉണ്ട്. PDF നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. കിട്ടുന്നില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. അപ്പോൾ ആ ബുക്കിൽ ഇതെല്ലാം ഉണ്ട്, നിങ്ങളത് വായിച്ചു നോക്കുക. ഓക്കെ, താങ്ക് യു.